തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. പലയിടത്തും പത്രിക പിൻവലിക്കാതെ വിമതർ. തിരുവനന്തപുരത്ത് 5 വിമതർ, കൊച്ചി കോർപ്പറേഷനിൽ 10 UDF വിമതർ. കണ്ണൂരിൽ 14 CPM സ്ഥാനാർത്ഥികൾക്കെതിരില്ല. UDF പ്രകടന പത്രിക പുറത്തിറക്കി. തെരുവ് നായ ശല്യത്തിൽ നിന്ന് കേരളത്തെ മുക്തമാക്കുമെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസു അഴിക്കുള്ളിൽ തുടരും. റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. പത്മകുമാറിനായി SIT നൽകിയ കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. കോടതിക്ക് പുറത്ത് N വാസുവിനെതിരെ BJP പ്രതിഷേധം. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാൻ നയതന്ത്ര നീക്കവുമായി ബംഗ്ലാദേശ്. ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി കത്തയച്ചു. ഉഭയകക്ഷി കരാർ പ്രകാരം ഹസീനയെ വിട്ടു നൽകണമെന്ന ആവശ്യം. കരുതലോടെ പ്രതികരിക്കാൻ ഇന്ത്യ. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. 4 മരണം. തൂത്തുക്കുടിയിൽ പ്രളയ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. അന്ത്യം 89-ാം വയസ്സിൽ മുംബൈയിലെ വസതിയിൽ. നഷ്ടമായത് ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച താരത്തെ. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 201 റൺസിന് പുറത്ത്. 2-ാം ഇന്നിംഗ്സിലും നല്ല തുടക്കമിട്ട ദക്ഷിണാഫ്രിക്ക ലീഡ് 300 കടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മത്സര ചിത്രമായി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെയാണ് മത്സര ചിത്രം തെളിഞ്ഞത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം 3 മണിവരെയായിരുന്നു. വരണാധികാരികൾ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക അല്പസമയത്തിനകം പ്രസിദ്ധീകരിക്കും. റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയത്തിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭ എന്നിവിടങ്ങളിലും മത്സരാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം നവംബർ 26-ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ജീവനക്കാർക്കുള്ള ഉത്തരവ് ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവികൾ, വരണാധികാരികൾ, ഉപവരണാധികാരികൾ എന്നിവർ യഥാസമയം പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രിക പുറത്തിറക്കി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം വാഗ്ദാനം ചെയ്യുന്നതാണ് പ്രകടന പത്രിക. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രകടന പത്രികയിലെ പദ്ധതികൾ നടപ്പിലാക്കാൻ നിയമപരമോ സാങ്കേതികമോ തടസ്സങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പൊതുജനാരോഗ്യം, വന്യജീവി ശല്യം തടയൽ, ദുരന്ത നിവാരണത്തിന് അടിയന്തര സഹായം നൽകൽ എന്നിവയ്ക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുമെന്നാണ് UDF വാഗ്ദാനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിക്കും. വന്യജീവികളിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകും. തെരുവുനായ ശല്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കും. ആശാപ്രവർത്തകർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും 2000 രൂപ അനുവദിച്ചു നൽകും. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് 2 വർഷത്തിൽ ഒരിക്കലാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ കാർബൺ ന്യൂട്രലാക്കി മാറ്റും. ചരിത്രത്തിലാദ്യമായി വാർഡുകൾക്ക് ഉപാധിരഹിതമായ ഫണ്ട് അനുവദിക്കുമെന്നും പ്രകടന പത്രികയിൽ UDF വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ജനിച്ച് കൊല്ലുന്ന രീതിയിലുള്ള അലോക്കേഷൻസ് നടന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ അവകാശമാക്കി മാറ്റും. ബജറ്റിൽ സൂചിപ്പിച്ച പ്ലാൻ ഫണ്ട് പൂർണ്ണമായി നൽകും. ഓരോ വർഷവും ആ ഫണ്ട് വിഹിതത്തിൽ 10% വർധനവ് ഉറപ്പുവരുത്തും. സീറോ വേസ്റ്റേജ് എന്നാണ് UDF ലക്ഷ്യം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും. തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തെരുവുകൾ തോറും ഹെൽപ്പ് ലൈൻ നമ്പർ വെക്കും. നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി നടപ്പിലാക്കും. പിൻവാതിൽ നിയമനം പൂർണ്ണമായും തടയുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു. ഞങ്ങളിതെല്ലാം വളരെ ഇഴകീറി പരിശോധിച്ചതാണ്. നടപ്പാക്കാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളോ നിയമപരമായ തടസ്സങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പദ്ധതികൾ, അതായത് നടപ്പാക്കാൻ കഴിയും എന്ന് 100% ആത്മവിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അഭിമാനപൂർവ്വമാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. പദ്ധതികൾ നടപ്പിലാക്കാൻ നിയമപരമോ സാങ്കേതികമായ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, നേതാക്കളായ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ് തുടങ്ങിയവരും പങ്കെടുത്തു.
അമൃത ന്യൂസ്, കൊച്ചി. കണ്ണൂർ ജില്ലയിലെ നഗരസഭകളിൽ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾ 5 ഇടങ്ങളിൽ എതിരില്ലാതെ ജയിച്ചു. ഭീഷണിയിലൂടെയാണ് UDF സ്ഥാനാർത്ഥികളെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാകാത്തതിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് CPM നേതൃത്വം വ്യക്തമാക്കി. കണ്ണൂർ, തളിപ്പറമ്പ്, ആന്തൂർ നഗരസഭകളിലുൾപ്പെടെ 5 ഇടങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആന്തൂരിൽ കോടല്ലൂർ, തളിയിൽ എന്നീ വാർഡുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. 13-ാം വാർഡ് കോടല്ലൂർ EC രജിത, 18-ാം വാർഡ് തളിയിൽ KV പ്രേമരാജൻ എന്നിവരുടെ എതിർ സ്ഥാനാർത്ഥികളായ UDFന്റെ പത്രികയാണ് തള്ളിയത്. കൂടാതെ 5-ാം പീടിക വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിവ്യ പത്രിക പിൻവലിക്കുകയും ചെയ്തു. ലിവ്യയെ CPM തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതായാണ് കോൺഗ്രസ് ആരോപണം. സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാവാത്തതിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ തലയിലിടുകയാണെന്ന് CPM വ്യക്തമാക്കി. CPM ഭീഷണി കാരണം സ്ഥാനാർത്ഥികളാവാൻ സ്ത്രീകൾ ഉൾപ്പെടെ തയ്യാറാവുന്നില്ലെന്ന് UDF നേതൃത്വം നേരത്തെ ആരോപിച്ചിരുന്നു. ആന്തൂരിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വധഭീഷണി ഉണ്ടായിരുന്നു. CPM ഭീഷണി മറികടന്ന് സ്ഥാനാർത്ഥിയാവാൻ ആളെ കിട്ടുന്നില്ല എന്നതാണ് UDF പ്രതിസന്ധി. അമൃത ന്യൂസ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കുരുക്ക്. പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭഛിദ്രത്തിനും നിർബന്ധിക്കുന്നതിന്റെ ഓഡിയോയും വാട്സാപ്പ് ചാറ്റുമാണ് പുറത്തുവന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായതിനു പിന്നാലെയാണ് വീണ്ടും ശബ്ദരേഖ പുറത്തുവന്നത്. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി അതീവ ഗൗരവമുള്ളതെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയും ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല എന്നും സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റവും ക്രിമിനൽ കുറ്റവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് മാത്രമല്ല, ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കി എന്നുമാണ് പുറത്തുവന്ന വിവരങ്ങൾ. ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, മറിച്ച് സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റവും ക്രിമിനൽ കുറ്റവുമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒളിച്ചുകളിയാണ്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും നാടകം മാത്രമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം MLAക്കെതിരെ ഇത്രയും നീചമായ ആരോപണം ഉയർന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. കുറ്റാരോപിതനായ വ്യക്തിയെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുവാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും? ഇത് കേരളത്തിലെ സ്ത്രീകളോടും വോട്ടർമാരോടും കാണിക്കുന്ന വെല്ലുവിളിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്രിമിനൽ കുറ്റം ചെയ്തിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. ഭീഷണിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ നിരവധി കുറ്റങ്ങളാണ് പുറത്തുവരുന്നതെന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്നും അനൂപ് ആവശ്യപ്പെട്ടു. മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വെളിവാക്കുന്ന ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും മറ്റുമൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട്, അബോർഷന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 89 പ്രകാരം ഒരു കൊഗ്നിസിബിൾ ഒഫൻസാണ്. കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പോലീസിന് മജിസ്ട്രേറ്റിൻ്റെ അനുവാദം വേണ്ടാതെ സ്വയം കേസെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ആയിട്ടുള്ള അബോർഷന് വേണ്ടിയിട്ടുള്ള പ്രേരണ ഇതിൽ കൃത്യമായി വെളിവായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ കേസെടുക്കാത്തത്? അതുപോലെ തന്നെ ഇതിനകത്ത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്ന് വളരെ കൃത്യമായിട്ട് ആ ശബ്ദ സന്ദേശങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനായി SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ 26-ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെയും N. വാസുവിന്റെയും ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുക. അതേസമയം N. വാസുവിന്റെ റിമാൻഡ് കാലാവധി വിജിലൻസ് കോടതി വീണ്ടും നീട്ടിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. ബുധനാഴ്ച കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന നിർണായക വിവരങ്ങളിലൂടെ അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമെന്നാണ് സൂചന.
വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ദിവസം SIT കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി കോടതി വാസുവിനെ ചോദ്യം ചെയ്യാനായി അനുവദിക്കുകയും ചെയ്തു. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷയിലും വിജിലൻസ് കോടതി ഈ നിലപാട് സ്വീകരിച്ചേക്കും. അതേസമയം പത്മകുമാറിന്റെ അറസ്റ്റോടെ CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. തിരുവാഭരണം കമ്മീഷണറായ KS ബൈജുവിന്റെയും N വാസുവിന്റെയും ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് വാസുവിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് കസ്റ്റഡി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയത്. കോടതിക്ക് പുറത്ത് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചു. വലിയ സുരക്ഷ ഒരുക്കിയാണ് N വാസുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. അമൃത ന്യൂസ്, കൊല്ലം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച INS മാഹി കമ്മീഷൻ ചെയ്തു. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്ന ചടങ്ങിലാണ് അത്യാധുനിക അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ സേനയുടെ ഭാഗമായത്. ആത്മനിർഭർ ഭാരതിന്റെ കരുത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് കപ്പൽ നിർമ്മിച്ചത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് വികസിപ്പിച്ചെടുത്തത്. ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികളെ പ്രതിരോധിക്കാനും തീരദേശ പട്രോളിങ്ങിനുമാണ് ഇവയെ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാവിധ സമുദ്ര ദൗത്യങ്ങൾക്കും ഉതകുന്ന വിധത്തിലാണ് കപ്പലിന്റെ രൂപകൽപ്പന. നൂതന സോണാർ സിസ്റ്റമാണ് ഇതിന്റെ പ്രത്യേകത. കടലിനടിയിലെ ശബ്ദമില്ലാതെ നിരീക്ഷണം നടത്താൻ ഇവ സഹായിക്കും. ശത്രു അന്തർവാഹിനികളെ തിരയാനും കൃത്യമായി ട്രാക്ക് ചെയ്യാനും കഴിയും. INS മാഹിയുടെ ചിഹ്നത്തിൽ കളരിമുറയിൽ ശത്രുക്കളെ ചുഴറ്റി വീഴ്ത്തുന്ന ഉറുമിയും ഇടം പിടിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ വായുമലിനീകരണം കൂടി. അക്ഷർധാം ഉൾപ്പെടെ ചിലയിടങ്ങളിൽ തോത് 430 ഇന്ത്യ ഗേറ്റ്, മയൂർ വിഹാർ ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ മലിനീകരണ തോത് 400-നടുത്താണ്. അതേസമയം മലിനീകരണം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ ഡൽഹി സർക്കാർ സ്വീകരിച്ചു വരികയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ പരിശോധിച്ച് മാത്രമാണ് രാജ്യതലസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വേണു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെയുള്ള ആരോപണം ആവർത്തിച്ച ഭാര്യ. മരണത്തിന്റെ ഉത്തരവാദിത്തം ഡോക്ടർമാർക്കെന്ന് വേണുവിന്റെ ഭാര്യ പറയുന്നു. സമയത്ത് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും വേണുവിന്റെ ഭാര്യ സിന്ധു ആരോഗ്യവകുപ്പിലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. അന്വേഷണത്തിൽ ആരോഗ്യവകുപ്പ് വരുത്തുന്ന വീഴ്ചകളിൽ നീതി നിഷേധിക്കപ്പെടുമോ എന്ന പേടിയിലാണ് വേണുവിന്റെ കുടുംബം. ചവറ KMML ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വേണുവിന്റെ ഭാര്യയുടെ മൊഴിയെടുത്തത്. നമ്മൾ കൊടുത്ത മൊഴി എഴുതി കൊടുത്ത് അതോടൊപ്പം ഞാനൊരു പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് എഴുതിയത് എൻ്റെ ഭർത്താവ്, അതായത് വേണുവിൻ്റെ മരണകാരണം 100% ഞാൻ ഡോക്ടേഴ്സിൻ്റെ വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെ കൂട്ട് തന്നെയാണ് അവരെല്ലാം കൃത്യമായിട്ട് ചോദിച്ചു. അതുപോലെ തന്നെ അവസാനം അവർ പറഞ്ഞു, എന്തെങ്കിലും ടെൻഷൻ കാരണം മറന്നിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാം, സമയം തരാം, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ 100% ഒന്നും കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. എന്താണോ എനിക്ക് സംഭവിച്ചത് അത് മാത്രം ഞാൻ 100% സത്യസന്ധമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു. ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. मैं सूर्यकांत जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, ईश्वर की शपथ लेता हूँ कि मैं ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ, ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കുടുംബാംഗങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി. 1962 ഫെബ്രുവരിയിൽ ഹരിയാനയിലെ ഹിസാർ ഗ്രാമത്തിൽ കർഷക കുടുംബത്തിലായിരുന്നു സൂര്യകാന്തിന്റെ ജനനം. സംസ്കൃത അധ്യാപകനും കർഷകനുമായ അച്ഛനിൽ നിന്ന് മാറി നിയമവഴിയിലൂടെയായിരുന്നു സൂര്യകാന്തിന്റെ യാത്രകൾ. 1984 നിയമത്തിൽ ബിരുദം. പിന്നീട് കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ 1ാം ക്ലാസ്സോടുകൂടി ബിരുദാനന്തര ബിരുദം നേടി അഭിഭാഷക വൃത്തിയിലേക്ക്. പിന്നീട് പടിപടിയായി പദവികൾ തേടിയെത്തി.
ഹിമാചൽ പ്രദേശിന്റെയും ഹരിയാനയുടെയും ചീഫ് ജസ്റ്റിസ് ചുമതല വഹിച്ചു. 2019 സുപ്രീം കോടതി ജഡ്ജിയായി ചുമതല ഏറ്റെടുത്തു. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായി 2027 ഫെബ്രുവരി 9 വരെയുള്ള 15 മാസം ജസ്റ്റിസ് സൂര്യകാന്തിന് പദവിയിൽ തുടരാനാകും. കേരളത്തിലെ SIR കേസ് ഉൾപ്പെടെ ഇനി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹി ഭീകരാക്രമണ കേസിലെ ഡോക്ടർമാർക്ക് നൽകിയത് 5 വർഷത്തെ പരിശീലനം. പ്രത്യേക ആശയത്തിനു വേണ്ടി മാനസികമായ പരിശീലനം നൽകി. മുസമ്മിൽ ഷേഖ്, ഷഹീൻ സെയ്ദ് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിലാണ് പരിശീലനം നൽകിയത്. AI വീഡിയോകൾ ഇതിനായി ഉപയോഗിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ അൽ-ഫലാഹ് സർവകലാശാല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി സ്ഥലം വാങ്ങാൻ വ്യാജരേഖകൾ ഉപയോഗിച്ചതായി വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. 2020 മുതൽ തുടങ്ങിയ ആസൂത്രണവും പരിശീലനവുമാണ് ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾ നടത്തിയത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. രാജ്യവിരുദ്ധ ആശയങ്ങൾ ഡോക്ടർമാരിലേക്ക് എത്തിച്ചത് 5 വർഷം കൊണ്ടാണ്. ഡൽഹി ഭീകരാക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ട് 2 വർഷമായി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ മുസമ്മിലാണ് ഇതിന് നേതൃത്വം നൽകിയത്. ചാവേറാക്കാനുള്ള പരിശീലനങ്ങൾക്കൊപ്പം മറ്റ് ചില ആശയങ്ങളിലേക്ക് കൂടി ഇവരെ എത്തിക്കാൻ കൃത്യമായ പരിശീലനം നൽകിയിട്ടുണ്ട്. മുസമ്മിൽ ഷേഖ്, ഷഹറിൻ സെയ്ദ് എന്നിവർക്കാണ് തുടക്കത്തിൽ പരിശീലനം നൽകിയത്. AI സംവിധാനത്തോടെയും അല്ലാതെയും വ്യാജ വീഡിയോകൾ കാണിച്ചായിരുന്നു കൂടുതലും മാനസികമായി ഇവരെ പ്രത്യേക ആശയത്തിലേക്ക് എത്തിച്ചത്. പാക് ഭീകര സംഘടനകളുടെ സാന്നിധ്യവും ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഷഹീൻ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് ചില സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തിയിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഡോക്ടർ ആദിലിന്റെ ഷെൽഫിൽ നിന്ന് കണ്ടെത്തിയ തോക്ക് തുർക്കിയിൽ വെച്ച് 6 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതാണെന്ന് കസ്റ്റഡിയിലുള്ള ഡോക്ടർമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനിടെ അൽ-ഫലാഹ് സർവകലാശാല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി സ്ഥലം വാങ്ങാൻ വ്യാജരേഖകൾ ഉപയോഗിച്ചതായി വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം രേഖകൾ നൽകിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാകിസ്ഥാനിലെ പെഷാവറിൽ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് ചാവേർ ആക്രമണം. അർദ്ധസൈനിക വിഭാഗമായ FCയുടെ ആസ്ഥാനത്താണ് അജ്ഞാതരായ ആയുധധാരികൾ ആക്രമണം നടത്തിയത്. 3 കമാൻഡോകൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഥലത്ത് നിന്ന് പലവട്ടം സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഹെഡ്ക്വാർട്ടേഴ്സ് കവാടത്തിലും കോമ്പൗണ്ടിലും ആക്രമണം നടന്നു. ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ ഇനിയും തീവ്രവാദികളുണ്ട് എന്നാണ് സംശയിക്കുന്നത്. പോലീസും സൈന്യവും മേഖലയിൽ എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. റോഡുകൾ അടച്ച് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഈ വർഷം ആദ്യം ക്വറ്റയിലെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്തും കാർ ബോംബ് സ്ഫോടനമുണ്ടായിരുന്നു. അന്ന് 10 പേരാണ് കൊല്ലപ്പെട്ടത്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 28 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 5 പേർ സ്ത്രീകളാണ്. മധുരയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും തെങ്കാശിയിൽ നിന്ന് കോവിൽപ്പെട്ടിയിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഇരുവാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. ചിലരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. PM ശ്രീ പദ്ധതി നിരസിച്ചത് മണ്ടത്തരമെന്ന് ശശി തരൂർ MP. പദ്ധതിയുടെ പേരെടുത്ത് പറയാതെയാണ് വിമർശനം. ദുബായിൽ നടത്തിയ കേരള ഡയലോഗ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി ഏതെന്ന് നോക്കാതെ നാടിനവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. I might disagree with the ruling party, but they are the ruling party. They have a mandate from the nation. I will work with them. So if they come up with a scheme and they say, we will only give you the money if you do this, this and that, I will discuss with it. I will see how I can implement it within the framework of my convictions. But I will take the money because my people in my state need the money. That kind of thing, that kind of cooperation, to my mind, is essential. And I'm sorry, for example, that just recently in Kerala, we had an example of the opposite outcome, where a scheme was rejected and the money was denied, even though the state is broke and needs the money. There are schools, government schools, whose roofs are leaking, roofs are collapsing, where we don't have money for desks and blackboards, and we're now acting ideologically pure and refusing the money from the center. That's crazy. It's taxpayers' money. It's our money. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് നയതന്ത്രക്കുറിപ്പ് കൈമാറി. അതേസമയം വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്ന് ഇന്ത്യയോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. നയതന്ത്രക്കുറിപ്പ് ഇന്ത്യക്ക് കൈമാറിയെന്ന് ബംഗ്ലാദേശ് സർക്കാർ അറിയിച്ചു. നേരത്തെ ഹസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രേഖാമൂലം ഉന്നയിച്ചിരുന്നില്ല.
ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. രേഖാമൂലം ബംഗ്ലാദേശ് ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ നിലപാട് അറിയിക്കുമെന്നാണ് നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നത്. ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് പ്രശ്നം രൂക്ഷമാക്കാനേ ഇടയാക്കൂ എന്നും പ്രശ്നപരിഹാരത്തിന് സഹായകമാകില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. പ്രശ്നപരിഹാരത്തിന് എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അന്താരാഷ്ട്ര കോടതി ശിക്ഷിച്ച ഷെയ്ഖ് ഹസീനയെ രാജ്യത്തെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ധാക്കയിലും രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയാണ്. കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. 2024 വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ നടന്ന കൊലപാതകങ്ങൾക്ക് നവംബർ 17 അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്ക് മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാലിനും വധശിക്ഷ വിധിച്ചിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം അസദുസ്മാൻ ഖാൻ കമാലും ഇന്ത്യയിലുണ്ട്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി കൈമാറ്റ കരാർ പ്രകാരം 2 കുറ്റവാളികളെയും കൈമാറണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകുന്നത് സൗഹൃദപരമല്ലാത്ത പ്രവൃത്തിയും നീതിയോടുള്ള അവഗണനയുമായി കണക്കാക്കുമെന്നും രേഖാമൂലം ഇന്ത്യയോട് ആവശ്യമുന്നയിക്കുമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രേഖാമൂലം ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് അമൃത TV. NCC ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ടൽ വനവൽക്കരണവുമായി NCC കാഡറ്റുകൾ. NCC 32 കേരള ബറ്റാലിയൻ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നീലേശ്വരം പുഴയോരത്ത് വിവിധയിനം കണ്ടൽ തൈകൾ നട്ടു. കുറ്റിക്കണ്ടൽ, ഉപ്പുചുള്ളി, ഭ്രാന്തൻ കണ്ടൽ, ചക്കരക്കണ്ടൽ, കണ്ടൽ കമ്മട്ടി തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട 200-ൽ പരം കണ്ടൽ തൈകളാണ് NCC കാഡറ്റുകൾ നീലേശ്വരം പുഴയോരത്ത് കടിഞ്ഞുമൂല പാലം പരിസരത്തായി നട്ടത്. പ്രാദേശിക കാർഷിക ഗവേഷകൻ ദിവാകരൻ കടിഞ്ഞുമൂലയുടെ സഹായത്തോടെയാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് NCC യൂണിറ്റ് തൈകൾ വച്ചുപിടിപ്പിച്ചത്. നീലേശ്വരം പുഴയോരത്ത് വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന ഉപ്പുവെള്ളത്തിന്റെ കയറ്റം ചെറുക്കുക, മലിനീകരണം, കരയിടിച്ചൽ എന്നിവ തടയുക, പുഴയിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് കണ്ടൽ ചെടികളുമായി NCC കേഡറ്റുകൾ എത്തിയത്. ആഗോളതാപന നിയന്ത്രണത്തിനും അതുപോലെ തന്നെ എത്ര മാരകമായ വിഷാംശങ്ങളെയും വെള്ളത്തിലായാലും വായുവിലായാലും വിഷാംശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ എല്ലാ ജീവജാലങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ കടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കാൻ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് NCC വിഭാഗം തയ്യാറായതിൽ ഈ ഡേയിൽ അവരെ ഉച്ചകൊണ്ടും പ്രശംസിക്കുകയാണ്. കണ്ടൽ ചെടികളും തീരസംരക്ഷണവും വിഷയത്തിൽ ക്ലാസും നടന്നു. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ നന്ദകുമാർ കോറോത്ത് NCC ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിലാണ് കനത്ത മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. നവംബർ 25 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. ഇടിമിന്നലോടുകൂടിയ മഴയാണ് ഇവിടങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്നും തുറസായ സ്ഥലങ്ങളിൽ തുടരരുത് എന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 24 മുതൽ 55 കിലോമീറ്റർ വരെയും ചിലയവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 25-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബണ്ടി ചോറിനെ വിട്ടയച്ചു. മറ്റ് കേസുകളൊന്നുമില്ല എന്ന സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടയച്ചത്. ഇന്നലെ രാത്രിയിലാണ് കൊച്ചിയിലെത്തിയ ബണ്ടി ചോറിനെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടിയത്. നിയമപരമായ ആവശ്യങ്ങൾക്കായി ഹൈക്കോടതിയിലെത്തിയതെന്നായിരുന്നു ബണ്ടി ചോറിന്റെ വിശദീകരണം. കൊച്ചിയിലെത്തി തിരികെ മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെടുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇത് ഒരു ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട്.
ബോളിവുഡ് ഇതിഹാസ നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് ഒക്ടോബർ അവസാനം മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട നടൻ ആശുപത്രി വിട്ട് 12 ദിവസത്തിന് ശേഷമാണ് അന്തരിച്ചത്. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് വസതിയിലേക്ക് മാറ്റിയത്. ഈ വരുന്ന ഡിസംബർ 8-ന് 90-ാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദേശഭാഷാഭേദങ്ങളില്ലാതെ തലമുറകളുടെ പ്രിയ നായകനായി ചിരപ്രതിഷ്ഠ നേടിയ പ്രതിഭയെയാണ് ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്രയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 6.5 പതിറ്റാണ്ട് നീണ്ട കലാജീവിതത്തിൽ വൈവിധ്യമാർന്ന വേഷപ്പകർച്ചകളിലൂടെ ആരാധകരെ ആവേശം കൊള്ളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 60കളിലെയും 70കളിലെയും ബോളിവുഡ് സിനിമകളിലെ നിത്യസാന്നിധ്യമായിരുന്നു ധർമ്മേന്ദ്ര. ഷോലെ പോലെയുള്ള ക്ലാസിക്കുകളിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അവിസ്മരണീയമാണ്. ധർമ്മേന്ദ്രയുടെ വിയോഗം സൃഷ്ടിച്ച ദുഃഖത്തിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആരാധകരോടൊപ്പം പങ്കുചേരുന്നുവെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ശബരിമല സ്പോട്ട് ബുക്കിങ്ങിന് നാളെ നിയന്ത്രണം. നാളെ സ്പോട്ട് ബുക്കിംഗ് 5000 മാത്രം. ഇന്ന് ശബരിമലയിലെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക സമിതിയാണ് തീരുമാനമെടുത്തത്. നിലവിൽ ഭക്തരുടെ ക്യൂ ശരം കുത്തി വരെ നീണ്ടു. ശബരിമലയിൽ അല്പസമയത്തിനകം ദീപാരാധന ആരംഭിക്കും. സന്നിധാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഞാനെന്ന ഭാവം അഗ്നിയിൽ അർപ്പിച്ച് മലയിറങ്ങുക എന്നത് ശബരിമലയിലെത്തിയിട്ടുള്ള അയ്യപ്പ ദർശനത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ദർശനശേഷം നെയ്ത്തേങ്ങയുടെ ഒരു ഭാഗം 18-ാം പടിക്ക് സമീപം ജ്വലിക്കുന്ന ആഴിയിൽ ഹോമിക്കുന്നത് ഈ വിശ്വാസത്തിലാണ്. എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി. നെയ് നിറച്ച നാളികേരം ജീവാത്മാവാണെന്നും നെയ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ ജീവാത്മാവ് പരമാത്മാവായ അയ്യപ്പനിൽ ലയിക്കുന്നു എന്നുമാണ് വിശ്വാസം. നെയ് മാറ്റി നാളികേരം ആഴിയാകുന്ന ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്നതോടെ അഹന്തയുടെ ജഡവും ഭസ്മീകരിക്കുന്നു. ഇതോടെ ഭക്തന്റെ അഹന്ത ഇല്ലാതാകുന്നു എന്നാണ് വിശ്വാസം. പതിനെട്ടാം പടിക്ക് വലതുവശത്തെ ആഴിയിൽ നട തുറന്ന ശേഷം മേൽശാന്തി അഗ്നി പകരുന്നതോടെയാണ് മണ്ഡല മകരവിളക്കു കാലത്തെ സ്വയം ശുദ്ധീകരണത്തിന് തുടക്കമാകുന്നത്. നെയ്യും തേങ്ങയും എരിയുമ്പോഴുള്ള പുക ശബരിമലയിലെ അന്തരീക്ഷത്തെ അണുവിമുക്തമാക്കി ശുദ്ധീകരിക്കുന്നുവെന്നും ശാസ്ത്രവും വിശ്വാസവും ഇഴപിരിഞ്ഞതാണ് ശബരീശ സന്നിധി. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.